ഹലോ, ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ചക്ക വെട്ടി നേരാക്കി വെച്ചാണ്. ഇനി അത് ചുളപ്പറിച്ച് എൻ്റെ ഇതൊക്കെ കളയണം. ചക്ക മടലൊക്കെ കളഞ്ഞ് ചക്കക്കുരുവൊക്കെ എടുത്തിട്ട് അത് ചീന്തി വെക്കണം. അത് ചെയ്യണം കേട്ടോ. ചീന്തി വെക്കണം. മുറിക്കണമൊന്നുമില്ല, കട്ട് ചെയ്യണമൊന്നുമില്ല കേട്ടോ. ചീന്തി വെച്ചിട്ട് ഉടയ്ക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ചീന്തണത്. ചക്കപ്പുഴുക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നറിയാം, എന്നാലും ഞങ്ങളിവിടെ ഇങ്ങനെയാണ് കേട്ടോ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുക. അപ്പോൾ ചീന്തി വെച്ചിട്ടുണ്ട്. കുറേ നേരമാണ് ചക്ക നേരാക്കാൻ തന്നെ. അതുവരെ ഭയങ്കര മടിയാണ് ചക്ക നേരാക്കാൻ. എപ്പോഴും അമ്മയെ നേരാക്കി തരും. ഇപ്പം അമ്മയില്ലാത്ത കാരണം അമ്മ വിരുന്ന് പോയിരിക്കുകയാണ്. അത് കാരണം ഞാൻ തന്നെ നേരാക്കണം. ഭയങ്കര മടിയാണ് ചക്ക നേരാക്കാൻ. അപ്പോൾ വല്ലപ്പോഴും ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നേരാക്കി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ചക്കക്കുരുവും കൂടി കുറച്ചിടണം. നേരാക്കി. ഇപ്പോൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇടണം. കറിവേപ്പില ഇടണം, നല്ല നന്നായിരിക്കുള്ളൂ. പക്ഷെ കറിവേപ്പിലയൊക്കെ ഉണങ്ങിപ്പോയത് കാരണം ഇട്ടിട്ടില്ല. അപ്പോൾ കുക്കറിൽ ചക്ക വേവിക്കാൻ വെച്ചാൽ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും വെച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിസിൽ മതി. പിന്നെ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി മിക്സിയിൽ ചതച്ചെടുത്താൽ മതി. അരയ്ക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ പിന്നെ അമ്മിക്കല്ലൊന്നും ഇല്ലാത്ത കാരണം മിക്സിയിൽ തന്നെ ചതക്കണം കേട്ടോ. പണ്ടത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ അമ്മിക്കല്ല് ചതച്ച് ഇതാക്കും. മിക്സിയിൽ വേഗം വെച്ചത് വെന്തിട്ടുണ്ടാവും. അത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഊറ്റിക്കളയട്ടെ. ഈ മഞ്ഞൾപ്പൊടി ഇടുന്ന് കാണിക്കാൻ മറന്നുപോയി. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടുന്ന് കാണിക്കാൻ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ ഇതിനെ ഉടച്ചാൽ മതി. നന്നായി ഉടയ്ക്കുക. കുത്തി ഉടച്ചിട്ട് ഈ ജീരകവും തേങ്ങയും മിക്സിയിൽ ചതച്ച് വെച്ചില്ലേ, അതെടുത്തിട്ട് ഈ ഉടച്ചതിലേക്ക് നന്നായി കുത്തി ഇളക്കുക. എല്ലാവിടെയും കുത്തി ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ ഊറ്റിക്കളഞ്ഞിട്ടാണ് കുത്തി അടയ്ക്കാൻ പാടുള്ളൂ. ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് വേണം വെക്കണമെങ്കിൽ. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ഇടുക. നല്ല ടേസ്റ്റ് ഉണ്ട്.